നമസ്കാരം. ബദ്ർ യുദ്ധം നടന്ന മാസമാണിത്, പരിശുദ്ധ റമദാൻ മാസം. 313 സ്വഹാബിമാരെ കൂടെ നിർത്തി ശത്രു സൈന്യത്തിന്റെ മേൽ ശക്തമായ വിജയം കൈവരിച്ച ഒരു ചരിത്രമാണ് ബദ്ർ യുദ്ധത്തിന് നമ്മോട് പറയാനുള്ളത്. അങ്ങനെയാണ് ബദ്ർ യുദ്ധത്തിന്റെ ചരിത്രം. എന്തായാലും ഇവിടെ അമേരിക്കയോളം അല്ലെങ്കിൽ ഇസ്രായേലിനോളം വലിയ കരുത്തും ശക്തിയും ഒന്നും ഇറാനില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഉള്ള കരുത്ത് വെച്ചുകൊണ്ട്, ഉള്ള ശേഷി വെച്ചുകൊണ്ട് തല കുനിക്കാതെ, ശത്രുവിനോട് സന്ധി ചെയ്യാതെ അവർ പോരാട്ടം നടത്തുകയാണ് പിറന്ന നാടിനു വേണ്ടി. അതിലവർ ഏറെക്കുറെ വിജയിച്ചു മുന്നേറുകയാണ്. അമേരിക്കയും ഇസ്രായേലും മാത്രമല്ല ശത്രുപക്ഷത്തുള്ളത്, വമ്പന്മാരാണ്. ജർമ്മനി ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ബ്രിട്ടൻ ഉണ്ട്. ആദ്യമൊക്കെ മാറി നിന്ന ആളുകൾ ഇപ്പോൾ ഇസ്രായേലിനെ കൊണ്ടും അമേരിക്കയെ കൊണ്ടും കൂട്ടിയാൽ കൂടുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ അമേരിക്കക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അവരൊക്കെ അത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ യുദ്ധം നിയന്ത്രിക്കുന്നത് ഇറാൻ തന്നെയാണ്. ഇറാന്റെ പക്കലാണ് കാര്യങ്ങൾ. ഇറാൻ തീരുമാനിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലും അമേരിക്കയും ഒക്കെ ടെഹ്റാന്റെ ഹൃദയം നോക്കി അടിക്കുന്നുണ്ട്. പക്ഷേ നെഞ്ചു കലങ്ങുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയുമാണ്. ഇന്ന് രാവിലെ കണ്ട വാർത്ത അത്തരത്തിലുള്ളതാണ്. അമേരിക്കയുടെ പേര് കേട്ട F-15 യുദ്ധവിമാനം കറങ്ങി താഴോട്ട് വീഴുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടു. അമേരിക്ക പറഞ്ഞു സാങ്കേതിക തകരാറാണെന്ന്. തൊട്ടടുത്ത നിമിഷം വീണ്ടും കുവൈത്തിൽ നിന്നും ചില വാർത്തകൾ വരികയാണ്. ഒന്നല്ല, ഒരുപാട് വിമാനങ്ങൾ വീണു എന്നുള്ളതാണ് വാർത്ത. എന്തായാലും ഈ ഒരുപാട് വിമാനങ്ങൾ വീണപ്പോഴും അമേരിക്ക ആവർത്തിക്കുകയാണ് സാങ്കേതിക തകരാറാണ്, ഇറാൻ വെടിവെച്ചിട്ടതല്ല. ഇറാൻ പറഞ്ഞു ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയതാണ്, അതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു. എന്നാൽ അത് അംഗീകരിക്കാൻ, അത് സമ്മതിച്ചു കൊടുക്കാൻ അമേരിക്കക്ക് കഴിയുന്നില്ല. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളോട് ട്രോളാണ്. അതായത് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് അമേരിക്ക പറഞ്ഞത് സാങ്കേതിക തകരാറാണ് എന്നാണെങ്കിൽ സോഷ്യൽ മീഡിയ പറയുന്നത് സാങ്കേതിക തലകറക്കമാണ് എന്നാണ്. കറങ്ങിയാണത്രേ ഈ വിമാനങ്ങളൊക്കെ വീണത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ യുദ്ധം നിയന്ത്രിക്കുന്നത്, എങ്ങോട്ട് പോകണം, എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കുന്നത് ഇറാൻ തന്നെയാണ്. ഒറ്റയ്ക്ക് പോരാടുകയാണ്. ഉള്ള ശേഷി വെച്ച്, ഉള്ള കരുത്ത് വെച്ച്, പിറന്ന നാടിനു വേണ്ടി ഒറ്റയ്ക്ക് ധീരമായവർ പോരാടുകയാണ്. ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ വലിപ്പമോ ചെറുപ്പമോ അതൊന്നും അവരുടെ ഒരു വിഷയമേ അല്ല. രഹസ്യമായും പരസ്യമായും അമേരിക്കയെയും ഇസ്രായേലിനെയും സഹായിച്ചു പോന്നിരുന്ന ആളുകളെ അവർ വട്ടം കറക്കുകയാണ്, വെള്ളം കുടിപ്പിക്കുകയാണ്. നേരത്തെ അമേരിക്കൻ കേന്ദ്രങ്ങളെ മാത്രമായിരുന്നു, അമേരിക്കൻ ബേസുകളെ മാത്രമായിരുന്നു ഇറാൻ ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അമേരിക്കയെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളെ ഇറാൻ ആക്രമിച്ചു തുടങ്ങിയിരിക്കുന്നു. സൗദിയിലെ അരാംകോ ഓയിൽ റിഫൈനറിക്ക് നേരെ ആക്രമണമുണ്ടായി. അതോടൊപ്പം തന്നെ ഇവിടെ UAE-യിലും അത്തരത്തിലുള്ള ആമസോണിന്റെ ഒരു ഡാറ്റാ സെന്ററിന് നേരെ ആക്രമണം ഉണ്ടായി. അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇന്നലെ രാത്രി മുതൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ചില ആളുകൾ കൂടെ ഇറാനോടൊപ്പം കൂടി ഈ യുദ്ധത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്നലെ രാത്രി കടന്നു വന്നത് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയത് ഹിസ്ബുള്ളയാണ്. ഇസ്രായേലിനകത്തേക്ക് 4 മിസൈലുകൾ അയച്ചു എന്നുള്ളതാണ് വാർത്ത. പേര് കേട്ടാൽ പോലും സൗദി അറേബ്യ വിറക്കും. ഹൂത്തികളുടെ പേര് കേട്ടാൽ നമുക്കറിയാം, നേരത്തെ അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സൗദി അറേബ്യയിലെ അരാംകോ ഓയിൽ റിഫൈനറിക്ക് നേരെ ഹൂത്തികളുടെ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആളുകളാണെങ്കിൽ പോലും അവർ നേരത്തെ ഇറാനെ സഹായിക്കുന്നതിന് വേണ്ടി ഈ യുദ്ധത്തിലേക്ക് കടന്നു വരികയാണ്. റഷ്യ ആദ്യമേ പറഞ്ഞിരുന്നു ഇതൊരു മേഖലാ വാറായി മാറാനുള്ള സാധ്യതയുണ്ട്, ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത്, തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത് എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഇപ്പോൾ അമേരിക്ക തീക്കൊള്ളി കൊണ്ട് തല ചൊറിഞ്ഞു അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഇവിടെ അമേരിക്കയും ഇസ്രായേലും വിറക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതായത് അത്രമാത്രം പുറകോട്ടവർ പോയിരിക്കുന്നു. 500-ലധികം അമേരിക്കൻ സൈനികർ ഇതിനോടകം അവർ പരലോകത്തെത്തിയിട്ടുണ്ടാകും എന്നാണ് ഇവിടെ ഇറാന്റെ അവകാശവാദം. അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു അവകാശവാദവുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇറാൻ അവർ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 500-ലധികം ആളുകൾ പരലോകത്തേക്ക് എത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ പറഞ്ഞയച്ചതാണ്, ഞങ്ങൾക്കറിയാം അവർ പോയിട്ടുണ്ട് എന്ന കാര്യം ഞങ്ങൾക്കറിയാം എന്നാണ് ഇവിടെ ഇറാൻ പറയുന്നത്. കൃത്യമായി അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ സംഭവിച്ചു എന്ന് പറയാനോ അമേരിക്കക്ക് കഴിയുന്നില്ല.
ഇസ്രായേലിനകത്തെ സ്ഥിതി അതിനേക്കാൾ ഗുരുതരമാണ്. ബങ്കറുകളിൽ പോലും ഇപ്പോൾ ആളുകൾക്ക് സുരക്ഷിതമായി ഇരിക്കാൻ കഴിയുന്നില്ല. ഇസ്രായേൽ ഒരു ബങ്കർ രാജ്യമായതുകൊണ്ടാണ് നേരത്തെ പലപ്പോഴും ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായപ്പോൾ കാര്യമായിട്ടുള്ള മരണമൊന്നും സംഭവിക്കാതിരുന്നത്. എന്നാൽ ബങ്കറുകൾ തകർക്കുന്ന മിസൈലുകൾ ഇസ്രായേലിനകത്ത് ഇറാൻ പരീക്ഷിക്കുകയാണ്. ആയത്തുള്ള അലി ഖംനായി എന്ന് പറയുന്ന അവരുടെ പരമോന്നത നേതാവിനെ തൊട്ട് കളിച്ചതോടുകൂടി അവർക്ക് കലി ഇളകിയിരിക്കുന്നു. ഒരു ഒറ്റയാനെ പോലെയാണ് ഇപ്പോൾ ഇറാന്റെ പെരുമാറ്റം. ഒറ്റയാൻ, ഇടഞ്ഞു നിൽക്കുന്ന ഒറ്റയാൻ, അങ്ങനെ വേണമെങ്കിൽ ഇറാനെ നമുക്കിപ്പോൾ വിശേഷിപ്പിക്കാം. അത്ര ശക്തമായ രീതിയിലാണ് അവരുടെ തിരിച്ചടികൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇവിടെ ഇറാൻ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം, ഇപ്പോഴത്തെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിനെ നിയന്ത്രിക്കുന്നത് ഇറാനാണ്. ഇറാനെ നിയന്ത്രിക്കാൻ മറ്റൊരു ലോകശക്തിക്കും കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും അതീവ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഗൾഫ് മേഖലയിലൊക്കെ ഒരുപാട് ആളുകൾ, മലയാളികൾ ഉൾപ്പെടെ ഒരുപാട് ആളുകൾ നമ്മുടെ രാജ്യത്ത് നിന്ന് അവിടെ തൊഴിലെടുക്കുന്നുണ്ട്. അവർക്കൊന്നും ഇതുവരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് പലരോടും സംസാരിച്ചപ്പോൾ മനസ്സിലായി. പക്ഷേ വരും മണിക്കൂറുകൾ ഗൾഫ് മേഖലയെ മൊത്തത്തിൽ ബാധിക്കാവുന്ന രീതിയിൽ, നമ്മുടെ മലയാളികളെ പോലും ബാധിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്.